മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചായയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ കുറിച്ചിരിക്കാൻ ഭയങ്കര രസമല്ലേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് ഉണ്ടാക്കി വെക്കുകയാണ്. 2 കപ്പ് കടലമാവും, 1/2 കപ്പ് അരിപ്പൊടിയും, പാകത്തിനുള്ള ഉപ്പും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ലാസ്റ്റ് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യിലാക്കിയിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം സേവനാഴിയിൽ ഇടിയപ്പത്തിൻ്റെ അച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഈ ഒരു മാവ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെക്കുക കേട്ടോ. എന്നിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ആദ്യം കറിവേപ്പിലയും വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് അതൊന്ന് മൂത്ത് കോരി മാറ്റി വെച്ചിട്ട് നമ്മളിത് ഇടിയപ്പത്തിന് ചുറ്റിച്ചെടുക്കുന്നത് പോലെ തന്നെ ഈ ഒരു എണ്ണയിലേക്ക് ഇങ്ങനെ അങ്ങ് ചുറ്റിച്ചെടുക്കുക. മൊരിഞ്ഞു കഴിഞ്ഞാൽ കോരിയെടുക്കുക കേട്ടോ. 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ബാക്കി കുറച്ച് മാവിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് ലൂസായിട്ടൊന്ന് കലക്കിയെടുത്തതിന് ശേഷം ഹോളുള്ള ഈ ഒരു കോരിയിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ പൂന്തി റെഡിയാക്കി എടുക്കണം. ഈ ഒരു പൂന്തി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത് വരെ വറുത്തെടുക്കണം കേട്ടോ. എന്നിട്ട് കോരി മാറ്റി വെക്കുക. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ 1/2 കപ്പ് കടലയും ചേർത്ത് കൊടുത്തിട്ട് അതും നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വെക്കുക. ഇനി ഇതാ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു സേവിലേക്ക് ഈ ഒരു പൂന്തിയും പൊരിച്ച കടലയും കറിവേപ്പിലയും വെളുത്തുള്ളിയും പിന്നെ ഞാൻ കുറച്ച് പൊട്ടുകടല കൂടെ ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഉപ്പും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള മിക്സ്ചർ റെഡിയായി. അപ്പോൾ ഇത് കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട, വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.